നമ്മുടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഒറ്റ പ്രസ്താവന കൊണ്ട് വെട്ടിലായിരിക്കാൻ. അദ്ദേഹവും വെട്ടിലായി, പാർട്ടിയും വെട്ടിലായി. മുമ്പും വെട്ടിലായിട്ടുണ്ട്. അത് ശരി. ഭരണഘടന ഭരണഘടനയില് കുന്തവും കുടച്ചക്രവും പറഞ്ഞു വെട്ടില്ല. ഇദ്ദേഹത്തിന്റെ ഈ വായ തുറന്നാൽ വെട്ടിലാകുന്ന ഒരു കക്ഷിയാണ്. എന്തായാലും ഇപ്പൊ പെട്ടിരിക്കുന്ന വല്ലാത്ത അവസ്ഥയിലാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒടുവിലത്തെ സ്റ്റേറ്റ്മെന്റ് വന്ന് നമ്മൾ കണ്ടതാണ്. ഈ കാസർഗോട്ടും മലപ്പുറത്തും ഒക്കെ ജയിച്ചവരുടെ പേര് നോക്കിയാൽ പോരെ വർഗീയതയുടെ വളർച്ച അറിയാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. സാർ ആ പട്ടിക പരിശോധിച്ച് നോക്കിയിരുന്നോ? അത് ഞാൻ കാസർഗോഡും മലപ്പുറം ഞാൻ നോക്കി. അതെ. അപ്പൊ അതിന്റെ വിശേഷമാണ് പറയുന്നത്. സജി ചെറിയാൻ പറഞ്ഞ മറ്റേ കാസർഗോഡ് മലപ്പുറം പട്ടികളൊക്കെ ഞാൻ നോക്കി. അപ്പൊ അദ്ദേഹം ഈ മുസ്ലിം പേരുകൾ കാണുമ്പോഴാണല്ലോ സജി ചെറിയാൻ ചൊറിഞ്ഞു വരുന്നത്. അതെ. അതിപ്പോ ചെങ്ങന്നൂരിലെ പേരുകൾ നോക്കിയാൽ അതിലൊരു മുസ്ലിമും ഇല്ല. അങ്ങനെയാണെങ്കിൽ മറ്റു സമുദായങ്ങൾക്കും ചൊറിയാം. അപ്പോൾ മലപ്പുറത്ത് LDFന്റെ മറ്റേ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ സ്ഥാനാർത്ഥികൾ പലപ്പോഴും ആയിരുന്ന ആളുകളുടെ പേര് നമ്മൾ നോക്കണ്ടേ? കഴിഞ്ഞ നിയമസഭ സുലൈമാൻ ഹാജി, KT അബ്ദുറഹ്മാൻ, ഡിബോണ നാസർ, KP മുസ്തഫ, പെരിന്തൽമണ്ണ, TK റഷീദ് അലി, മങ്കട, P അബ്ദുറഹ്മാൻ, V അബ്ദുറഹ്മാൻ, ഇപ്പോഴത്തെ മിനിസ്റ്ററാണ് താനൂര്, AP അബ്ദുൽ വഹാബ്, വള്ളിക്കുന്ന, നിയാസ് പുളിക്കലകത്ത്, KT ജലീൽ, PV അൻവർ, നിലമ്പൂര്, V അബ്ദുറഹ്മാൻ, അത് വേറെ ഉണ്ട്, P അബ്ദുറഹ്മാനും ഉണ്ട്. അപ്പോ ഗഫൂർ ലില്ലീസ് തിരൂര്, എന്നെ മുഹമ്മദ് കുട്ടി, കോട്ടക്കല്. നമ്മൾ ഈ വായിച്ചത് ഒരു പള്ളി കമ്മിറ്റിയിലെ അംഗങ്ങളുടെ പേരല്ലല്ലോ. അല്ല, ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ പേരല്ലേ? സിമ്പിളാണ് ആൻസർ. മലപ്പുറത്തെ ഡെമോഗ്രാഫി, ജനസംഖ്യ 2021 LDF പട്ടിക അതാണത്. അത് മലപ്പുറത്തിന്റെ വോട്ടർമാരുടെ ഭൂരിപക്ഷം നോക്കി തന്നെയാണ് എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളത് അർത്ഥം. അതെ. അത് മുസ്ലിം ലീഗ് ജയിച്ചു വന്നത് മുസ്ലിം ലീഗ് ആണെന്നേ ഉള്ളൂ വ്യത്യാസം. കാസർഗോഡ് ഇങ്ങനെ പറഞ്ഞത് സമ്പൂർണ്ണ പോഴത്തമാണത്. എന്താണെന്നറിയോ? കാസർഗോഡ് നമ്മൾ ജില്ലാ പഞ്ചായത്തിന്റെ പട്ടിക നോക്കിയ ഭൂരിപക്ഷം ഹിന്ദുക്കളാ. കാസർഗോഡ് UDFല് മൊത്തം UDF ഭൂരിപക്ഷമുള്ള സ്ഥലല്ലേ. UDFല് അലി ഹർഷദ് ഓർക്കാടി, ജസ്ന മനാഫ്, PB ഷെഫീഖ്, അസീസ് സ്ഥാനാർത്ഥികളായിരുന്ന ആളുകള്. PB ഷെഫീഖ്, അസീസ്, കളത്തൂർ, ഇർഫാന ഇക്ബാൽ. LDFലാണെങ്കിൽ ഡോക്ടർ സെറീന സലാം മാത്രമേ ഉള്ളൂ കൂട്ടത്തില്. അപ്പൊ തോറ്റ UDF സ്ഥാനാർത്ഥികൾ നോക്കുകയാണെങ്കിൽ ആ കൂട്ടത്തില് ഷഹീദ് റാഷിദ് കുണിയ എന്ന് പറഞ്ഞ ആളുണ്ട്. തോറ്റ LDFന്റെ കൂട്ടത്തില് ആയിഷത്ത് റാഫ, സഹർ ബാനു സഹർ. ഇങ്ങനെ ഓരോരുത്തർക്ക് LDFന് കിട്ടുന്നവരെ മുസ്ലിങ്ങളൊക്കെ അവരും ചെയ്തിട്ടുണ്ട്. ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. NDAയില് രാമപ്പ മഞ്ചേശ്വര ബദിയെടുക്ക ഒരാള് മാത്രമേ ജയിച്ചിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ഇവരുദ്ദേശിക്കുന്ന മതേതര വിരുദ്ധമായ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ലല്ലോ. കാരണം NDAയിൽ നിന്ന് ഒരാളല്ലേ ജയിച്ചിട്ടുള്ളൂ. ഹിന്ദുക്കള് ഭൂരിപക്ഷം. കാസർഗോഡ് ഈ സജി പറയുന്നത് പോലെ ഈ മുസ്ലിം ഭൂരിപക്ഷം ഒന്നുമില്ല. മലപ്പുറം ജില്ലാ പഞ്ചായത്തില് വൈസ് പ്രസിഡന്റ് AP സ്മിജിയാണ്, ഹിന്ദുവാണ്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉണ്ണികൃഷ്ണന്റെ മകളാണ്. ഇങ്ങനെയാണ് മലപ്പുറത്തിന്റെ ഈ കാസർഗോഡിന്റെ ഒക്കെ അവസ്ഥ. അപ്പോ ഈ അദ്ദേഹത്തിന് പറ്റിയ ഒരു വാചകം ബൈബിളിലുണ്ട്. ഈ സജി ചെറിയാന് മത്തായി 5:13, ഉപ്പിന് ഉറകിട്ട് പോയാൽ എങ്ങനെ വീണ്ടും ഉറ കൂട്ടും, പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. ഉപ്പ് എന്തിനു കൊള്ളാം. അപ്പൊ പായസം കുടിക്കാൻ പാങ്ങില്ലാത്തവൻ പന്തലുകാരനെ കുറ്റം പറയും എന്ന് പറഞ്ഞതുപോലെയാണ് ഇങ്ങയുടെ കഥ. അബ്ദുറഹ്മാൻ ആണെങ്കിൽ V അബ്ദുറഹ്മാൻ കഴിഞ്ഞ ദിവസം മറ്റേ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചാണല്ലോ ബാലന്റെ പ്രശ്നം. പിണറായി വിജയൻ പറഞ്ഞു ചെയ്യിക്കുന്നതാണല്ലോ കേൾക്കുന്നത്. മറ്റേ V അബ്ദുറഹ്മാൻ മന്ത്രി കഴിഞ്ഞ ദിവസം മറ്റേ ജമാഅത്തെ ഇസ്ലാമിയുടെ ബൈത്തു സക്കാത്ത് പരിപാടിയുടെ ഉദ്ഘാടകനായിരുന്നു.
മലപ്പുറം താനൂർ പുത്തൻതെരുവിലാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ബൈത്തു സക്കാത്ത് പരിപാടി നടന്നത്. അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ജനറൽ ടി ആരിഫ് അലി, മുമ്പ് ഇവിടെ അമീറായിരുന്നല്ലോ, അദ്ദേഹം ഉണ്ടായിരുന്നു. ഈ ടി ആരിഫ് അലിയാണെന്ന് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ നേരത്തെ പിണറായി വിജയനെ കണ്ട് ചർച്ച ചെയ്തത്. ഷൈഖ് മുഹമ്മദ് കാരക്കൊന്നും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എന്നിട്ട് അവിടെ അബ്ദുറഹ്മാൻ പ്രസംഗിച്ചത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എതിർക്കണം എന്നാണ്. ഇത് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള ഉത്ബോധന. ഇതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എന്ത് രാഷ്ട്രീയമാണ്? വിഷയമില്ലേ? പാപ്പരായ രാഷ്ട്രീയമല്ലേ അത്? അതെ അതെ. ഈ ജില്ലകളെ പറ്റി തന്നെ പഠിച്ചിട്ടില്ലല്ലോ. അല്ല, പഠിക്കാഞ്ഞിട്ടല്ല സാർ. ഇതൊക്കെ ഈ ഇപ്പൊ പറഞ്ഞ പോലെ ഈ പരാജയ ഭീതിയുടെ തൊട്ട് മുമ്പിൽ എത്തി നിൽക്കുന്നു എന്നൊരു തോന്നല് പിണറായി വിജയനും ഇടതുപക്ഷത്തിനും ഉണ്ട്. ആ സമയത്ത് കിളി പോയതാണ് ഇവർക്കൊക്കെ. ബാലൻ തൊട്ട് സജി ചെറിയാൻ വരെ. സജി ചെറിയാൻ പണ്ടേ കിളി പോയ കൂട്ടത്തിലാണ്. അപ്പോൾ ഈ മണ്ടത്തരം പറയാണ്. ഇപ്പൊ സത്യത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ മലപ്പുറത്തെ സ്ഥാനാർത്ഥികളെ നോക്കുക. സാറ് പറഞ്ഞ ആൻസർ വളരെ കൃത്യമാണ്. മലപ്പുറത്തെ ജയിച്ച സ്ഥാനാർത്ഥികളെ മാത്രമല്ല, തോറ്റ സ്ഥാനാർത്ഥികളെയും നോക്കൂ. മലപ്പുറത്തെ UDFന്റെ സ്ഥാനാർത്ഥികളോ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളോ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ നോക്കൂ. അത് ആ ജില്ലാ പഞ്ചായത്തിലെയും മൊത്തം നോക്കിയാല്, ഞാൻ പേര് എഴുതി കൊണ്ടുവരാത്ത കാരണം 22 പേരൊക്കെ എഴുതേണ്ട കാര്യമില്ല. മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്ന ആണല്ലോ. കാരണം ഈ ഒരു മണ്ഡലത്തിന്റെ സ്വഭാവം അനുസരിച്ച് അതിലിപ്പോ മുസ്ലിമോ ഹിന്ദുവോ എന്നുള്ളതിലേറെ ജാതി വരെ നോക്കുന്നില്ല സാർ. ക്രിസ്ത്യാനികളാണെങ്കിൽ സഭ ഏതാന്ന് നോക്കുന്നില്ലേ? ഒരു മണ്ഡലത്തിന്റെ ഭൂരിപക്ഷ സ്വഭാവം അനുസരിച്ച് ഇപ്പൊ എറണാകുളത്തെ പൊളിറ്റിക്സ് സാറിന് അറിയാലോ കൃത്യമായിട്ട്. അപ്പോൾ ഓരോ മണ്ഡലത്തിന്റെയും സ്വഭാവം അനുസരിച്ച് എല്ലാ പാർട്ടികളും അതാത് ജാതികളെ അതാത് സമുദായങ്ങളെ സ്വഭാവം നോക്കിയിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തുന്നു എന്നല്ലാതെ അതിനകത്ത് ഈ പറഞ്ഞ സജി ചെറിയാൻ പറഞ്ഞ വർഗീയതക്ക് അതൊരു തെളിവേ അല്ല. ഇവിടെ എറണാകുളത്തെ കാര്യം ചോദിച്ചോണ്ട് സെബാസ്റ്റ്യൻ പോളിനെ നിർത്തുമ്പോ ജാതി നോക്കുന്നില്ലേ? തീർച്ചയായിട്ടും. ഡോക്ടർ ജോ നിർത്തിയില്ലേ തൃക്കാക്കര? ജാതി നോക്കിയില്ലേ CPM? അതെ, തീർച്ചയായിട്ടും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നില്ലേ ഇവർക്ക്? ഇല്ല. ആരാ നോക്കാത്തത്? അപ്പോ അത് ഒരു 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 മണ്ഡലത്തിന്റെയും ഒരു സംസ്ഥാനത്തിന്റെയും ഒരു പ്രദേശത്തിന്റെയൊക്കെ സ്വഭാവം അനുസരിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തുന്നു എന്നതിന് അർത്ഥമുള്ളൂ. പണ്ട് ബാബു പോളും ഞാനും തമ്മിൽ കുറെ നേരം ഫോണിൽ ഇങ്ങനെ സംസാരിച്ചു. അദ്ദേഹത്തിന് ചീഫ് സെക്രട്ടറി ആകാൻ പറ്റുന്നില്ല. മോദിക്ക് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയൊക്കെ ആയിട്ട് നിർത്തിയിരിക്കുന്നു. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ചിലപ്പോൾ മൂവാറ്റുപുഴയിൽ നല്ല സ്ഥാനാർത്ഥിയായിരിക്കും LDFന് എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കൊരു അർദ്ധസമ്മതം പോലെ തോന്നി. അപ്പൊ ഞാനിത് ഇടതുപക്ഷ മുന്നണി കൺവീനർ MM ലോറൻസിനോട് പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ല. പിന്നീട് ബാബു പോള് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അടുത്ത ദിവസം രാവിലെ കാറ് പിടിച്ച് ലോറൻസ് ബാബു പോളിന്റെ വീട്ടിൽ ചെന്നു. മൂവാറ്റുപുഴയില് ഞാൻ അർത്ഥിയാക്കാൻ തയ്യാറായിരുന്നു. കാരണം യാക്കോബായ വിഭാഗമൊക്കെ ഉള്ള സ്ഥലല്ലേ മൂവാറ്റുപുഴ. ബാബു പോള് നല്ല ഒന്നാന്തര സ്ഥാനാർത്ഥിയല്ലേ? അതെ, ബെസ്റ്റാണ്. പക്ഷേ അത് ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ. അവർക്ക് അതാത് മണ്ഡലത്തിന്റെ സ്വഭാവം അനുസരിച്ച് സ്ഥാനാർത്ഥികൾ നിർത്തും. അപ്പൊ അതിൽ ജയിച്ചാലും തോറ്റാലും ജയിക്കുന്നവൻ, ജയിക്കാൻ സാധ്യതയുള്ളവൻ ഒരു അതേ സമുദായക്കാരനാണെങ്കിൽ അതേ സമുദായത്തിൽപ്പെട്ടവനെ തന്നെ എതിരായിട്ട് നിർത്തും. അതാണല്ലോ പിന്നെ അതിന്റെ പൊളിറ്റിക്സ്. അതത്രേ താഴത്തുള്ളൂ. അതിനകത്ത് ഈ സജി ചെറിയാൻ പറഞ്ഞ സ്ഥാനാർത്ഥികളെ നോക്കിയിട്ട് ജയിച്ചോനെ നോക്കുന്നതിൽ ഒരു അർത്ഥമില്ല. അല്ല, ഈ സജി ചെറിയാൻ ഉറച്ചു നിൽക്കുന്നു എന്നും പറഞ്ഞു. സജി ചെറിയാൻ പറഞ്ഞത് വർഗീയതയാണ്, അതല്ല അദ്ദേഹത്തിനെ പോലൊരു മതേതരൻ ഈ ലോകത്തില്ലെന്ന് അദ്ദേഹം പറയുന്നത്. അല്ല, അതിന്റെ വേറെ ഒരു മണ്ടത്തരം തരം. ഞാനത് ആദ്യം വിചാരിച്ചത് എവിടെയാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോ കാസർഗോട്ട് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് കാസർഗോട്ട് മുസ്ലിങ്ങൾ ജയിക്കുന്നു, മലപ്പുറത്ത് മുസ്ലിങ്ങൾ ജയിക്കുന്നു എന്ന് വേണമല്ലോ ധരിക്കാൻ. ഹിന്ദു ഭൂരിപക്ഷമുള്ളിടത്ത് BJP ജയിക്കുന്നു, അതിനേക്കാൾ വലിയ മണ്ടത്തരം എന്നുള്ളത്. കേരളത്തിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ളിടത്ത് BJP ജയിക്കുകയാണെങ്കിൽ കേരളം എന്ന് BJP ഭരിക്കും? അതിന്റെ അർത്ഥം ആ പറഞ്ഞത് ഇനിയിപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ എടുത്തു നോക്കൂ, അപ്പോഴും ഒക്കുന്നില്ലല്ലോ. ഞാൻ ആദ്യം വിചാരിച്ചത് ഓൾ ഇന്ത്യ തലത്തിൽ പറഞ്ഞായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള പല സംസ്ഥാനങ്ങളിലും BJP ഭരിക്കുന്നുണ്ട്, ശരിയാണ്, BJP ജയിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ളിടത്തൊക്കെ എവിടെ ജയിക്കാൻ മുസ്ലിം ലീഗ് എവിടെ? ആൾ ഇന്ത്യ തലത്തിലെത്തുമ്പോൾ ലീഗ് ഇല്ലല്ലോ. മലപ്പുറത്തേക്ക് ഏതാണ്ട് മലബാറിലേക്ക് ചുരുങ്ങിപ്പോയിട്ട് കുറെ കാലമായില്ലേ ഈ പാർട്ടി. അപ്പൊ ഒരു അടിത്തറയും ഇല്ലാത്ത പ്രസ്താവന നടത്തിയിട്ട് ഈ മണ്ടത്തരം വാങ്ങുക. എന്നിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് തന്നെ വലിയ തലവേദനയായി, അല്ലെങ്കിൽ തന്നെ ദുർബലയാണ്. പിന്നെ ഗർഭിണി കൂടി ആയാൽ എന്താ സ്ഥിതി എന്ന് പറഞ്ഞ പോലെയാണ് ഈ സജി ചെറിയാനെ കൊണ്ട് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. എന്തായാലും അത് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ സാർ എപ്പോഴും പറയുന്ന ഒരു പ്രയോഗം പറഞ്ഞു തന്നെയാണ് ഇതും അവസാനിപ്പിക്കാൻ നല്ലത്. വിനാശകാലേ വർഗീയ ബുദ്ധി. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.